മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ ഇസ്തിരിയിട്ട് വെച്ചിരിക്കുന്ന വസ്ത്രത്തിൽ മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ച മരപ്പട്ടിയുടെ പോലും പൗരബോധമില്ലാത്തവരാണ് നാട്ടിലെ CPM-കാർ. അപ്പോൾ നമ്മൾ സമരം ചെയ്തത്, നമ്മൾ സംസാരിച്ചത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഈ മുഖ്യമന്ത്രി 1,05,00,000 ആഡംബര വാഹനത്തിൽ നവകേരള സൃഷ്ടി നടത്താൻ വേണ്ടി വന്നപ്പോൾ കാലടിയിൽ ഒരു 5 വയസ്സുകാരിക്ക് പനി കൂടിയപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു അപ്പനെ രാത്രി 10:30 വരെ പോലീസ് പിടിച്ചിരുത്തിയത്. നവകേരള സൃഷ്ടി നടത്തി കഴിഞ്ഞ് പിണറായി വിജയൻ പോയി. ആ കുട്ടിക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ ഒരാളുണ്ടായില്ല. മറുപടി പറയണ്ടേ ഈ സർക്കാർ? ആലുവയിലെ ഗ്യാസ് സ്റ്റൗ കത്തിക്കരുന്ന് ചായക്കടക്കാരോട് തിട്ടൂരം മുഴക്കിയത് പിണറായി വിജയന. കറുത്ത ഉടുപ്പിട്ടതിന്റെ പേരിലാണ് ഞാനൊക്കെ 10 ദിവസം ജയിലിൽ കിടന്നത്. അന്ന് പിടിച്ചു വെച്ച പാസ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയിൽ ഊരി പിടിച്ച വാളിനിടയിലൂടെ നെഞ്ചു വിരിച്ച് നടന്ന പിണറായി വിജയന് നമ്മളൊരു കറുത്ത മാസ്ക് വെച്ചാൽ, കറുത്ത ഉടുപ്പിട്ടാൽ, കറുത്ത കൊട ചൂടിയാൽ, കറുത്ത പാൻറ്റോ കറുത്ത ഷൂവോ ഇട്ടാൽ പോലും പേടിയാണത്രേ. നാളെ ഞാൻ എൻ്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ എൻ്റെ കറുത്ത അടിവസ്ത്രം അലക്കിയിട്ടാൽ അത് പിണറായി വിജയൻ 80 കോടി രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ കാറ്റിൽ ആടി ഉലഞ്ഞാൽ അത് കണ്ട് പേടിക്കുന്ന പിണറായി വിജയൻ നാളെ നമ്മൾ അതിന്റെ പേരിൽ ജയിലിലിട്ടാലും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് പ്രതിഷേധിക്കണം. പ്രതിഷേധമുള്ളവർക്ക് മാത്രമുള്ളതാ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതിഷേധിക്കേണ്ടത് ഏറ്റവും വലിയ ജനാധിപത്യപരമായിട്ടുള്ള സമരമാർഗം അവലംബിച്ചുകൊണ്ടാണ്. ആ സമരമാർഗത്തിന്റെ പേര് സംസാരിക്കുക എന്നുള്ളതാണ്. വരുന്ന ഡിസംബർ 9 നമ്മുടെ പോളിംഗ് ബൂത്തിലെ ആദ്യത്തെ മനുഷ്യൻ തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ ക്യൂ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ചൂണ്ടുവിരലമർത്തി വിജയിപ്പിക്കുന്നത് വരെ സംസാരിച്ചു കൊണ്ടിരിക്കണം. എന്തിനെ കുറിച്ച് സംസാരിക്കണം? വെള്ളക്കരം കൂട്ടിയതിനെ കുറിച്ച്, വൈദ്യുത ചാർജ് കൂട്ടിയതിനെ കുറിച്ച്, വീട്ടുകാരൻ കൂട്ടിയതിനെ കുറിച്ചിട്ട്, സകലമാന ഫീസ് വർധനവിനെ കുറിച്ചിട്ട്, പെൻഷൻ കിട്ടാത്തതിനെ കുറിച്ചിട്ട്, ക്ഷേമനിധികൾ 18, 19, 21 മാസമായിട്ട് വിവിധ ക്ഷേമനിധികൾ പെൻഡിംഗ് ആയതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കണം. നമ്മുടെ PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ചെറുപ്പക്കാർ മുട്ടിലഴഞ്ഞ് കല്ലുപ്പിൽ മുട്ടുകുത്തി സമരം ചെയ്ത്, കയ്യിൽ കർപ്പൂരം കത്തിച്ച് സമരം ചെയ്ത്, ചോര കൊണ്ട് പോസ്റ്റർ എഴുതി സമരം ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി. ഒരാൾക്ക് പോലും നിയമനം നൽകിയില്ല യുവജന വഞ്ചനയുടെ സർക്കാർ. ആശാ വർക്കർമാർ 260ഓളം ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ആ സെക്രട്ടേറിയറ്റിലെ ആ ജനൽപ്പാളി ഒന്ന് തുറന്നു നോക്കിയാൽ പുറത്ത് കാണാവുന്ന അത്രയും ദൂരത്തിൽ മഞ്ഞും മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തത്. അവരോട് അനുഭാവം കാണിക്കാത്ത ഒരു സർക്കാർ, സ്ത്രീ വഞ്ചകരായിട്ടുള്ള സർക്കാർ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ലോക സമാധാനത്തിന് വേണ്ടി 2 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ച ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്ന ഒരു സ്ത്രീയെ അർദ്ധബോധാവസ്ഥയിൽ CPM-ന്റെ സംഘടനാ നേതാവ് പീഡിപ്പിക്കുന്നത്. ആ വൃത്തികെട്ടവനെതിരെ പരാതി കൊടുത്തപ്പോ ആ മെഡിക്കൽ കോളേജിൽ ഒരേ ഒരാൾ മാത്രമാണ് ആ സ്ത്രീയോടൊപ്പം നിന്നത്, അവിടുത്തെ ഹെഡ് നേഴ്സ്. അവരെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാതൃക കാണിച്ചു പിണറായി വിജയന്റെ സർക്കാർ. EMS മുതൽ ഉമ്മൻചാണ്ടി വരെ വിവിധ മുഖ്യമന്ത്രിമാർ കേരളം ഭരിക്കുമ്പോൾ ഒരു സ്ത്രീയും ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല, ഒരു സ്ത്രീയും ICUവിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഉറപ്പിച്ച് പറയണം. സ്ത്രീ വിരുദ്ധ സർക്കാർ, SC/ST കുട്ടികളുടെ ഗ്രാന്റ് കട്ട് ചെയ്തൊരു സർക്കാർ, ബജറ്റ് അലോക്കേഷൻ കട്ട് ചെയ്തൊരു സർക്കാർ, കർഷകരെ വഞ്ചിച്ച ഒരു സർക്കാർ, സമസ്ത മേഖലയിലും പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കൊള്ളയടിച്ച് മുന്നോട്ട് പോയി. ഇപ്പൊ അവസാനം സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയായപ്പോ ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളി വരെ കടത്തുന്ന രീതിയിലേക്ക് മാറുക. 2026 മെയ് മാസം 16 പൊൻപുലരിയിൽ കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിക്ക് സമനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ട് കയറുമ്പോ ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളികൾ കടത്തിയ മുഴുവൻ സഖാക്കന്മാരും കേരളത്തിന്റെ ജയിലുകളുടെ അഴിയണ്ണി കിടക്കുന്ന കാഴ്ച നമുക്ക് സ്വപ്നം കാണാൻ പറ്റണമെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ കവലകളിൽ സംസാരിക്കണം, ചായക്കടകളിൽ സംസാരിക്കണം, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ, പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞിറങ്ങുമ്പോ, അമ്പലത്തിൽ പോയി തൊഴുത് പുറത്തിറങ്ങുമ്പോ കണ്ടു മറന്നു പോകുന്ന മുഴുവൻ മനുഷ്യരോടും കാണുന്ന ഇടവേളകളിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കണം. എന്തിനെക്കുറിച്ച്? നമ്മളെ കൊള്ളയടിക്കുന്ന സർക്കാരിനെ കുറിച്ച്. കഴിഞ്ഞ 5 വർഷക്കാലമായി മഞ്ഞപ്രയിലെ സാധാരണക്കാരെ അവഗണിച്ചു കൊണ്ടുപോകുന്ന വികസന മുരടിപ്പിന് മാത്രം നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയെ എണ്ണി ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ 9.5 കൊല്ലമായി സകല സാധാരണക്കാരെയും കൊള്ളയടിച്ചുകൊണ്ട് മാത്രം പോകുന്ന, മകൾക്ക് മാസപ്പടി ഉറപ്പാക്കാനും മകന് ED നോട്ടീസ് ഉറപ്പാക്കാനും മാത്രം ശേഷി കാണിച്ച ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ രാഷ്ട്രീയമാണ് പറയേണ്ടത്, ജാതിയും മതവും അല്ല. സ്ഥാനാർത്ഥികളുടെ ജാതിയും മതവും പറയാനായിട്ട് കുറെ സാമുദായിക നേതാക്കന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇവന്മാർക്ക് വേറൊരു പണിയില്ല. കഴിഞ്ഞ ഓണത്തിന് 450 രൂപയായിരുന്നു വെളിച്ചെണ്ണ, ഒരൊറ്റൊരുത്തനും പ്രതിഷേധിച്ചില്ല. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ പച്ചക്കറി കടയുടെ മുമ്പിൽ പോയി വാങ്ങാൻ പോയതിന്റെ 4-1 സാധനം വാങ്ങി സങ്കടത്തോടെ തിരിച്ചു പോകുന്ന സാധാരണക്കാരന് വേണ്ടി വിലക്കയറ്റത്തിനെതിരെ സംസാരിക്കുന്ന ഒരു മത സാമുദായിക നേതാവും നാട്ടിലില്ല. ഈ സാധാരണക്കാരുടെ സങ്കടങ്ങളിൽ, വിലാപങ്ങളിൽ അവർക്ക് വേണ്ടി തെരുവ് നിറഞ്ഞ് സമരം ചെയ്തത് നമ്മൾ മാത്രമാണ്, കോൺഗ്രസ് മാത്രമാണ്, UDF മാത്രമാണ്. ആത്മാഭിമാന ബോധത്തോടെ, തികഞ്ഞ ആത്മവിശ്വാസത്തോടെ വേണം മഞ്ഞപ്ര പഞ്ചായത്തിലെ സകല മനുഷ്യരെയും കണ്ട് വരുന്ന ദിവസങ്ങളിൽ വോട്ട് ചോദിക്കാൻ. എങ്കിൽ മാത്രമേ 9 രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നമ്മുടെ ബൂത്തുകളിൽ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന സകല മനുഷ്യരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ചൂണ്ടുവിരലമർത്തി നമ്മളെ വിജയിപ്പിക്കുവോ? അക്കൂട്ടത്തിൽ എന്റെ പേര് കൂടി നിങ്ങൾ നോക്കണം. ജിൻഡോ ജോൺ.
ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ഇവിടം വരെ വരുന്നത്. ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേ ദിവസം പോലും എന്നോടൊപ്പം ചാനൽ ചർച്ചയിൽ എതിരിട്ട് സംസാരിക്കുന്ന CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ മഞ്ഞപ്ര പഞ്ചായത്തിലെ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ വിളിച്ച് എന്റെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ചകഞ്ഞു. ഞാൻ എന്റെ നോമിനേഷന്റെ സ്ക്രൂട്ടിനി നടക്കുമ്പോൾ ഈ പറഞ്ഞ മഹാൻ അവിടെ വന്ന് നോട്ടും കുറിച്ചിരിപ്പുണ്ടായി. അപ്പോൾ ഒരുപാട് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെക്സിൻ നോട്ടീസ് അടിക്കാൻ വൈകിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരുപാട് പ്രയാസമുണ്ട്. നമുക്ക് ജയിക്കണം. നമുക്ക് ഒറ്റപ്പെട്ട ജയം പോരാ. എനിക്ക് മാത്രം ജയിച്ചാൽ പോരാ. എന്നോക്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പടിക്കെട്ട് കയറണം വലിയ ഭൂരിപക്ഷത്തോടെ. ഈ 14 സ്ഥാനാർത്ഥികളും മഞ്ഞപ്ര പഞ്ചായത്തിൽ നമ്മൾ ഭരണത്തിന്റെ തിരികെ പിടിച്ചുകൊണ്ട് കയറണം. അത് പറ്റൂലേ? ഡിസംബർ എത്രാം തീയതിയാ? 13-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ചന്ദ്രപുര ജംഗ്ഷനിൽ മൂവർണ്ണ കടലായി മാറാൻ പറ്റുന്ന രീതിയിൽ മുഴുവൻ മനുഷ്യരും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കണം. എങ്കിൽ മാത്രമേ 6 മാസങ്ങൾക്ക് അപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റോജി എം ജോൺ അങ്കമാലിയുടെ MLA ആയിട്ട് വിജയിച്ച് പറ്റുമെങ്കിൽ കേരളത്തിന്റെ ഒരു മന്ത്രിയായിട്ട് തന്നെ വരാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അരാഷ്ട്രീയവാദം പറഞ്ഞുകൊണ്ട് നമ്മുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന 2020 പോലെ വർഗീയവാദം പറയുന്ന BJP-യെ പോലെ അല്ലെങ്കിൽ വർഗീയവാദത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് വോട്ട് ഭിന്നിപ്പിച്ച് തുടർഭരണം അവകാശപ്പെടാൻ ഒളിച്ചു നടക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനെ പോലുള്ളവരെ തൂത്തെറിഞ്ഞുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കയറ്റ് കയറുന്ന കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിക്ക് സമനായിട്ടുള്ള മുഖ്യമന്ത്രിയെ സ്വപ്നം കാണാൻ അർഹതയുണ്ടാവണമെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം, വിജയിക്കണം. താങ്ക് യു.